നമുക്ക് ഈ കുരിശിൻ്റെ വഴി രഹസ്യങ്ങളെ ധ്യാനിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്നാം സ്ഥലം, യേശു മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണടച്ചിട്ടാക്കിയിട്ടുണ്ടോ? ചുറ്റുമുള്ള സത്യമൊക്കെ കാണാതിരിക്കാൻ അത് നല്ലതാണ്. ചെവി പൊത്തി കേൾക്കാതിരുന്നിട്ടുണ്ടോ? സത്യം കേൾക്കാതിരിക്കുന്നതാണ് നല്ലതല്ലേ? സത്യം പറയണമെന്ന് തോന്നിയിട്ടും വായ് പൊത്തി സംസാരിക്കാതിരുന്നിട്ടുണ്ടോ? അതും എളുപ്പമാണ്. അവനും വേണമെങ്കിൽ കണ്ണടച്ചിട്ടാക്കാമായിരുന്നു. പലതും കേട്ടില്ലെന്ന് നടിക്കാമായിരുന്നു. സത്യം വിളിച്ചു പറയാതിരിക്കാമായിരുന്നു. അവനങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് അവനെ കൊല്ലാൻ അവർ വിധിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ക്രൂശിക്കരുതെന്ന് പറയാൻ ആരും ഉണ്ടായില്ല. കൊല്ലരുതെന്ന് ഭാര്യ പറഞ്ഞിട്ടും പീലാത്തോസ് കേട്ടില്ലെന്ന് നടിച്ചു. അവന്റെ നിരപരാധിത്വം കാണാതിരിക്കാൻ അവർ കണ്ണുകൾ കൊട്ടിയടച്ചു. എന്റെ മകൻ അങ്ങനെ കുരിശുബന്ധത്തിന് വിധിക്കപ്പെട്ടു. മനുഷ്യന്റെ കണ്ണുനീര് സഹിക്കവയ്യാതെ മനുഷ്യനായവനെ അവർ കുരിശിൽ തറയ്ക്കാൻ വിധിച്ചു. സത്യം അറിയാമായിരുന്നിട്ടും നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? കേട്ടിട്ടും കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഞാനൊന്നും കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടോ? ആ നിസ്സംഗതയ്ക്ക് ജീവന്റെ വിലയുണ്ട്. നല്ല മരപ്പടിക്കാരായിരുന്നു. ഈ നാട്ടിൽ എല്ലാവർക്കും അവരെ അറിയാം. നസ്രത്തിലെ തച്ചൻ പണിതതൊക്കെ ആളുകളെ സഹായിക്കാനുള്ള ഉരുപ്പടികളായിരുന്നു. കസേരയായും മേശയായും പീഠമായും തൊട്ടിലായും നസ്രത്തിലെ വീടുകളിൽ അവന്റെ കരവിരുന്ന് നിറഞ്ഞു. ഞങ്ങളുടെ അന്നമായിരുന്നു പരം. രാഗന്തിയോളം ചെന്തേരിയിട്ട് മിനുക്കിയ കസേരയിൽ അവർ സുഖത്തോടെ ഇരുന്നു. അവനാ കുരിശ് വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ ചങ്കിലൂടെ ഒരു വാൾ കയറിയിറങ്ങി. നന്മകൾ മാത്രം സമ്മാനിച്ചവന് എന്നെ ലോകം കുരിശ് സമ്മാനിച്ചു. നിങ്ങൾ ആർക്കെങ്കിലും കുരിശ് കൊടുത്തിട്ടുണ്ടോ? വീണ് കിടക്കുന്നവരെ കളിയാക്കാനും കല്ലെറിയാനും ആർക്കും സാധിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാം മക്കൾ വീണ് കാല് പൊട്ടുന്നതിൻ്റെ സങ്കടം. കുഞ്ഞായിരിക്കുമ്പോൾ മക്കൾ ആദ്യമായി കമിഴ്ന്ന് വീണതും നീന്താൻ തുടങ്ങിയതും നടക്കാൻ തുടങ്ങിയതുമൊക്കെ എത്ര സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നതല്ലേ? നടന്നു തുടങ്ങിയാൽ പിന്നെ വീഴല്ലെന്നാ. പിഞ്ചില കാല് പൊട്ടി ചോര വരുമ്പോൾ ഏതമ്മയാ സങ്കടപ്പെടാത്തത്? കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ നമ്മൾ തറയിലും കല്ലിലും ഒക്കെ ഒന്ന് തല്ലും. അവൻ ഒന്നാമത് വീണപ്പോൾ എനിക്ക് അടുത്തെത്താൻ പോലും പറ്റിയില്ല ഒന്ന് ആശ്വസിപ്പിക്കാൻ. അവൻ അന്ന് ആ സ്ത്രീ വീണ് കിടന്നപ്പോൾ പിണങ്ങിയത് വീഴ്ത്തിയവരെയായിരുന്നു. കല്ല് താഴെയിട്ട് അവർ പിറുപിറുത്തുകൊണ്ട് നടന്നുപോയി. അവൾ അന്നു മുതൽ വീഴാത്തവളായി. അവൻ വീണപ്പോൾ എല്ലാവരും കളിയാക്കി. നിങ്ങൾ ആരെങ്കിലും വീഴ്ത്തിയിട്ടുണ്ടോ? അതോ വീണവരെ കൈപിടിച്ചെണീപ്പിച്ചിട്ടുണ്ടോ? ഒരു കണക്കിന് ഞാൻ ഓടി അവൻ്റെ അടുത്തെത്തി. ഞാൻ ഇന്ന് വരെ കാണാത്ത രൂപത്തിൽ എൻ്റെ മോൻ, തോളിൽ കുരിശ്, ചോരയിൽ നനഞ്ഞ ഉടുപ്പ്, തല
തലയിൽ മുൾക്കിരീടം. എന്റെ മോൻ. ഞങ്ങൾ തമ്മിൽ ഒന്നും മിണ്ടിയില്ല. കുറ്റവാളിയുടെ അമ്മയെന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നുണ്ടായിരുന്നു. മിശിഹായുടെ അമ്മയെന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ട നിമിഷങ്ങൾ ഓർമ്മയിൽ വന്നു. അതേ വികാരത്തോടെ കുറ്റവാളിയുടെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടുനിന്നു. കാരണം എൻ്റെ മോൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ്റെ സന്തോഷത്തിൽ കൂടെ നിന്ന പോലെ അവൻ്റെ കണ്ണുനീരിലും ചങ്കുറപ്പോടെ ഞാൻ കൂടെ നിന്നു. ആരൊക്കെ ഇട്ടിട്ട് പോയാലും വഴിയിൽ അവനെ മനസ്സിലാക്കുന്ന അമ്മ ഉണ്ടാകുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് ഞാൻ കാത്തു സൂക്ഷിച്ചു. പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷ തെറ്റിക്കരുത് കേട്ടോ. ആരെങ്കിലും ഒന്ന് കുരിശെടുക്കാൻ അവനെ സഹായിക്കുമെന്ന് ഞാൻ ആശിച്ചു. പീറ്റർ കൂടെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ കൂട്ടുകൊടുത്ത കുറേ പേരുണ്ടായിരുന്നു അവന് കൂട്ടുവരാൻ. പക്ഷേ അവരെ ആരെയും കണ്ടില്ല. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ശനിയോ അവൻ്റെ കുരിശെടുത്തു. സത്യത്തിൽ ശനിയോ ചെയ്തത് വേറെ പലരും ചെയ്യേണ്ട കടമയായിരുന്നില്ലേ? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ചിലരൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് കൂടെ വരില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ കുരിശെടുക്കാൻ വരും. കുരിശ് വഹിക്കാൻ കൂട്ടുകാരില്ലാതാകുന്നത് സങ്കടമാണ് കേട്ടോ. ശിമയോൻ കുരിശെടുത്തപ്പോൾ യേശുവിനെ തോൽപ്പിച്ചത് അവൻ്റെ കൂട്ടുകാരായിരുന്നു. കൂട്ടുകാരെ ഒറ്റയ്ക്കാക്കരുത് കേട്ടോ. അവൻ്റെ തലയിൽ മുൾമുടി അവർ തറച്ചാ കയറ്റിയത്. അതിലൂടെ ചോര വരാൻ തുടങ്ങി. അതവൻ്റെ കണ്ണുകളെ മൂടി. പൊടിയെല്ലാം മുഖത്ത് പറ്റിപ്പിടിക്കുന്നു. മുഖം തുടയ്ക്കാൻ ഞാൻ ആഞ്ഞപ്പോൾ അതിനു മുന്നേ അതാ വെറോനിക്ക അവൻ്റെ മുഖം തുടച്ചു. ഞാനൊന്ന് ആശ്വസിച്ചു. ഒരാൾക്കെങ്കിലും ആ ചിന്ത വന്നല്ലോ. അമ്മയെപ്പോലെ അവന് മനസ്സിലാക്കുന്ന മറ്റൊരുവൾ. രക്തബന്ധം പോലെ ചില ബന്ധങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. ചിലപ്പോൾ രക്തബന്ധത്തെക്കാൾ മനസ്സിലാക്കുന്ന ചിലരായി. അങ്ങനെ ആരെങ്കിലുമൊക്കെ എല്ലാവർക്കും കാണും. സ്വന്തം സഹോദരനെ പോലെ, അമ്മയെപ്പോലെ, അപ്പനെ പോലെ, മകനെ പോലെ, പെങ്ങളെ പോലെ ചിലർ. ചിലപ്പോൾ രക്തബന്ധത്തിന് ചെയ്യാനാവാത്ത ചില സുഹൃത്തുക്കൾ അവർ ചെയ്യും. നമ്മുടെ അയൽവാസികളെയും നമ്മളിങ്ങനെ സ്നേഹിക്കണം. ബന്ധുക്കൾ എത്തും മുൻപേ കൂടെ ചെല്ലണം. ഒരാവശ്യം വരുമ്പോൾ ഒപ്പമുണ്ടാകണം. അമ്മയ്ക്ക് മുൻപേ മുഖം തുടയ്ക്കാൻ അവൾ എത്തിയപ്പോൾ ഈ അമ്മ ഒരുപാട് ആശ്വസിച്ചു. അവളെപ്പോലെ നിങ്ങളും നല്ല അയൽക്കാരാണ്. ശിമയോനുണ്ടായിട്ടും രണ്ടാമതും അവൻ വീണു. അവൻ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. ശരീരം ക്ഷീണിക്കുന്ന സമയം എല്ലാവർക്കും വരും. കൂടെ താങ്ങാൻ ആളുള്ളപ്പോഴും വീണു പോകുമാറ് ശരീരം ക്ഷീണിക്കും. അവൻ രണ്ടാമതും വീണു. എത്ര ക്ഷീണമുണ്ടായാലും വേറൊരാൾക്ക് ആവശ്യം വരുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാം മറന്ന് ഓടി നടന്നവനാണവൻ. അവർ വൈകുന്നേരം
തൻ്റെ വചനം കേട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തളർന്നു വീഴരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. രോഗികളായി വന്ന എല്ലാവരെയും അവൻ സുഖമാക്കി. ശരീരം ക്ഷീണിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ വീഴും. സ്നേഹത്തോടെ അവർക്കൊപ്പം ഇരിക്കാൻ, അവരെ സുഖപ്പെടുത്താൻ ഈ ലോകത്തിൽ അവൻ നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ക്ഷീണിച്ചും രോഗിയായും വീണ് കിടക്കുന്നവരെ ചെന്ന് കാണാൻ മറക്കരുത്. നിങ്ങളൊന്ന് അടുത്തിരുന്നാൽ ഒരു പക്ഷേ അവരെണീക്കും. ശരീരം എപ്പോൾ വേണമെങ്കിലും തളരാം, വീഴാം. മക്കളെ, രോഗികളെ കാണാനും കൂട്ടുപോകാനും മറക്കരുതേ. ഗാഗുൽത്താ മലയുടെ ഉച്ചയിലെത്തും വരെ അവൻ ആകെ സംസാരിച്ചത് അവരോട് മാത്രമായിരുന്നു, ജെറൂസലേമിലെ സ്ത്രീകളോട്. അത് ആശ്വാസത്തിൻ്റെ വർത്തമാനം. ആരുടെയും കുറ്റം പറയാത്ത വീടായിരുന്നു ഞങ്ങളുടേത്. ജോസഫ് ആരെങ്കിലും കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബേത്ലഹേമിലേക്ക് കഴുതപ്പുറത്തേറ്റി പൂർണ്ണ ഗർഭിണിയായി എന്നെ കൊണ്ടുപോകുമ്പോഴോ സത്രങ്ങളൊക്കെ കൊട്ടിത്തളരുമ്പോഴോ ജോസഫ് പരാതി ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് ദേഷ്യത്തോടെ നോക്കുക പോലും ചെയ്തിട്ടില്ല. അവനും അങ്ങനെ തന്നെ. ജോസഫ് മരിച്ച ദിവസം എന്നെ ആശ്വസിപ്പിച്ചത് അവനായിരുന്നു. കുറ്റം പറയാനും വെറുക്കാനും ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും ഒരുപാടുള്ളപ്പോഴും ആശ്വസിപ്പിക്കാനും കരുത്തേകാനും വാക്കുകൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് അവൻ ജെറുസലേമിലെ സ്ത്രീകളെയും ആശ്വസിപ്പിച്ചത്. ഈ കുറ്റം പറയലുകളും ചീത്തവിളികളും ദേഷ്യപ്പെടലുമൊക്കെ നമുക്ക് നിർത്തണ്ടേ? മൂന്നാമത് അവൻ വീഴുമ്പോൾ ഇനി മുന്നോട്ട് ഒരടി വയ്ക്കാൻ അവന് ശക്തി ഉണ്ടായിരുന്നില്ല. ശരീരം പൂർണ്ണമായും തളർന്നു. അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ വൃദ്ധനായ ഒരാൾ തളർന്നു കിടക്കും പോലെ എനിക്ക് തോന്നി. ജരാനരകൾക്ക് പകരം ചുമപ്പിൽ കുതിർന്ന മുടിയിഴകൾ. പ്രായമായവരെ എന്നും അവന് കാര്യമായിരുന്നു. അതാ പത്രോസിന്റെ അമ്മായിയമ്മയെ അവൻ സുഖമാക്കിയത്. വിധവയായ ആ പാവപ്പെട്ട വൃദ്ധ ആ ചില്ലിക്കാശിട്ടത് അവൻ കണ്ടത് അതുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലെന്നോണം എൻ്റെ മകൻ തളർന്നൊടിഞ്ഞ് എണീക്കാൻ വയ്യാതെ ഗാഗുൽത്താ മഞ്ചത്തിൽ കിടന്നുപോയി. ശരീരത്തിൻ്റെ എല്ലാ ഊർജവും തീരുന്ന നരയുടെ കാലം നമുക്കെല്ലാവർക്കും വരും. സ്വന്തമായി ഒന്ന് അരമുറുക്കാൻ പോലും പറ്റാത്ത അവശതയുടെ കാലം. നമ്മുടെ കൺമുമ്പിലൂടെ അങ്ങനെ കുറേ ജീവിതങ്ങൾ കടന്നു പോകും. അപ്പനായും അമ്മയായും അപ്പൂപ്പനായും അമ്മൂമ്മയായും ഒക്കെ. ആ കിടപ്പിനെ കളിയാക്കരുത് കേട്ടോ. അവർക്കിനി നമ്മൾക്കൊന്നും തരാനില്ല. നിങ്ങൾക്കോ ഒരു പുഞ്ചിരി നൽകാനാവും. നല്ലൊരു യാത്രയായപ്പോൾ. വൃദ്ധരെ ഒരിക്കലും അവഗണിക്കരുത് മക്കളെ. തുന്നിയത് ഞാനായിരുന്നു. അവന് വേണ്ടി കുപ്പായം തുന്നുമ്പോൾ ദേവാലയത്തിലെ തിരശീല തുന്നുന്ന സന്തോഷം എനിക്കുണ്ടായിരുന്നു. പുത്തനുടുപ്പ് സമ്മാനിക്കുമ്പോഴൊക്കെ അവൻ ആ ഉടുപ്പുമിട്ട് എൻ്റെ തോളിൽ കൈയിട്ടൊരു നിൽപ്പുണ്ട്. മലയുടെ മുകളിൽ വെച്ച് അവരവൻ്റെ തുണി വലിച്ചു കീറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നഗ്നത പോലും മറയ്ക്കാൻ പറ്റാതെ ഉടുതുണിയില്ലാത്തവനായി അവനങ്ങനെ.
എല്ലാവർക്കും അഭിമാനിക്കാൻ ഈ ഭൂമിയിലൊരു വകയുണ്ടെന്ന് അവൻ പഠിപ്പിച്ചത്. നാണക്കേടോടെ ആരും തലകുനിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അവരെ നാണക്കേടിലാഴ്ത്താൻ അവരെല്ലാവരും കാണുകയും അവൻ്റെ തുണി ഉരിഞ്ഞു. എൻ്റെ മക്കളെ, ആരുടെയും ആത്മാഭിമാനത്തിൻ്റെ തുണി ഉരിയാൻ നമ്മൾ കാരണമാകരുത്. എല്ലാവർക്കും മാന്യമായ ജീവിതത്തിന് അവകാശമുണ്ട്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും നാം നാണം കെടുത്തരുത്. അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന കണ്ണുനീരിന് ആരുത്തരം നൽകും? അവസാനം ഏറ്റവും ക്രൂരമായ കാഴ്ചയ്ക്ക് ഞാൻ മുഖസാക്ഷിയായി. ബലിമൃഗത്തെ പോലെ അവരവനെ ആ കുരിശിൽ തറച്ചു. കുരിശിൽ കിടത്തി അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു. അവൻ്റെ കൈകൾ കുരിശിൽ അവർ തുളച്ചു കയറ്റി. പ്രാണവേദനയാൽ പുളഞ്ഞ അവൻ്റെ കാലുകൾ അവർ തുളച്ചു. അവർ കുരിശിൽ പൂർണ്ണമായും ബന്ധിച്ചു. ചലനമറ്റവനായി അവൻ ലോകപാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടിനെ ബലിക്കായി അവർ ഒരുക്കി. ദേവാലയ കവാടത്തിൽ ബലിമൃഗങ്ങളെ അവർ തുറന്നുവിട്ടു. അവ സ്വാതന്ത്ര്യത്തോടെ ദേവാലയത്തിന് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. ഇതാ, എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഒറ്റ മുറിവായി. യഹോവേ, ഈ ബലി അങ്ങ് സ്വീകരിച്ചാൽ ഓരോ തവണ നാം പാപം ചെയ്യുമ്പോൾ മോചനദ്രവ്യമായ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ബലിയാകുന്നുണ്ട്. സ്നേഹത്തിനെതിരെ പ്രവർത്തിക്കുമ്പോഴൊക്കെ ആരൊക്കെയോ കുരിശിൽ ചലനമറ്റപ്പെടുന്നുണ്ട്. കൈകാൽ ബന്ധിച്ച് ചോര പൊടിഞ്ഞ ഹൃദയവുമായി ആരെയെങ്കിലുമൊക്കെ നിങ്ങൾ കുരിശിൽ തറച്ചിട്ടുണ്ടോ? ആരാന്റെ തൊഴുത്തിലാണ് അവൻ പിറന്നത്. അവൻ്റെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതിൻ്റെ കരച്ചിൽ. ദൈവപുത്രനെ ആദ്യമായി കയ്യിലെടുത്തപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കി, അവൻ എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യനാണ്. ദൈവത്തിന് സാധാരണക്കാരനാകാൻ പറ്റുമോ? പറ്റും. ഇതാ, സാധാരണക്കാരനെ പോലെ അവൻ അപ്പനോട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പ്രാണൻ വെടിയുന്നു. അമ്മയ്ക്കും കൂട്ടുകാരനും കൂട്ടു നൽകി എല്ലാം പൂർത്തിയാക്കിയെന്ന തൃപ്തിയോടെ അവൻ കുരിശിലുടങ്ങി. ഭൂമിയിൽ എന്നും അന്ധകാരം വ്യാപിച്ചു. ഇരുട്ടിൻ്റെ രൂപത്തിൽ പിതാവായ ദൈവം അവനെ വാരി പുണർന്നു. പ്രപഞ്ചം കണ്ണീർ പൊടിച്ചു. ഇനിയും നിങ്ങൾ പറയരുത്, ഈ ദൈവത്തിൽ നിങ്ങളെ മനസ്സിലാകുന്നില്ലെന്ന്. മനുഷ്യനെ മനസ്സിലാക്കാൻ മരക്കുരിശിലേറിയവനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരവൻ്റെ ശരീരം എൻ്റെ മടിയിൽ കിടത്തി. ഞാൻ അവനെ വാരി പുണർന്നു. അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോഴാണ് കുഞ്ഞ് ശാന്തമായി ഉറങ്ങുക. എല്ലാം പൂർത്തിയാക്കി അവൻ ശാന്തമായി എൻ്റെ നെഞ്ചോട് ചേർന്നു. ചോരയൊക്കെ വാർന്നു പോയി കേട്ടോ.
രണ്ട് കൈയിലും കാലിലും എല്ല് തുളച്ച ആണിപ്പാട്, ദേഹമാസകലം ചോരപ്പാടുകൾ. ഞാൻ അവന്റെ മുറിവുകൾ ഒപ്പി ആ മുഖത്ത് മതിയാവോളം ഉമ്മ വെച്ചു. അവൻ ഉണരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൽ അത്രമാത്രം വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിക്കാൻ മറന്നു പോയിട്ടുണ്ടോ? വിശ്വസിച്ചു. യേശുവിനെ അടക്കിയ കല്ലറയ്ക്ക് പുറത്ത് അവർ വലിയ കല്ല് വെച്ചു. ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരാതിരിക്കാൻ അവർ വേണ്ടതൊക്കെ ചെയ്തു. ഇനി ഒരിക്കലും ആ കല്ലറയുടെ അടുത്തേക്ക് പോകില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. എന്നെ കാണാൻ 3-ാം ദിവസം അവൻ എൻ്റെ അടുത്തേക്ക് വരും. കല്ലറയിലേക്കുള്ള വഴി ഞാൻ മറന്നു കളഞ്ഞു. ഇനി അവന്റെ യുഗമാണ്, മരണത്തെ തോൽപ്പിച്ചവന്റെ യുഗം. പാറകൾ പൊട്ടുന്ന ശബ്ദത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാ കല്ലറകളും പൊട്ടുമെന്നും അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മറിയമേ, കൃപയായി നിറയ്ക്കണേ, കുരിശിന്റെ വഴികളിൽ എന്നെ ചേർക്കണേ.